ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിഡിലൻ സ്വീറ്റാണ് റെഡിയാക്കുന്നത്. വൈകുന്നേരമൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റ് സ്നാക്കാണ്. ഉറപ്പായിട്ടും ഒരു തവണ തയ്യാറാക്കി നോക്കുക, ഇഷ്ടമാവും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക, ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നമുക്ക് കുറച്ച് മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലാവുന്ന വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കയുടെ പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് റവ, റോസ്റ്റഡ് റവയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എന്നാലും ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് തന്നെ ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റോളം ടൈം എടുത്താണ് ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ആദ്യം 1 മിനിറ്റോളം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഒരുപാട് ടൈമാവും ഇത് റോസ്റ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 1 മിനിറ്റിന് ശേഷം കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1/4 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനിയും നമ്മൾ ഇതിലേക്ക് പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് ഫസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിച്ച ശേഷം മാത്രമേ അടുത്തത് ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ 1/4 കപ്പ് പാലാണ്. അപ്പോൾ ഫസ്റ്റ് 1/4 കപ്പ് ചേർത്തു, വീണ്ടും എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് ചേർത്തു, വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പം 2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അപ്പോൾ ഇനിയും ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 1/4 കപ്പ് പാൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. അതിൻ്റെ അളവ് ഞാൻ പറയാം. ഫസ്റ്റ് ഞാനൊരു 4 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് വേണ്ടി വരും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. തേങ്ങ ചിരകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതൊരു പാനിലിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്താൽ ഇതുപോലുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ സാധാരണ ഇനി ഡെസിക്കേറ്റഡ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇനി ഉണ്ടാക്കാൻ വയ്യെങ്കിൽ നോർമലായിട്ടുള്ള തേങ്ങ എടുത്ത് ചിരകിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പ്രത്യേകിച്ച് വെള്ളമോ ഒന്നും ചേർക്കേണ്ട. ആ പഞ്ചസാര പൊടിച്ചത് നമ്മളിതിൽ ചേർത്തില്ലേ, അതിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു പരുവത്തിലായി കിട്ടിക്കോളും. അപ്പോൾ മൊത്തം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് 3 പാർട്ടാക്കിയിട്ട് 2 എണ്ണത്തിൽ കളർ ചേർത്തു, ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. വേണ്ട എന്നുള്ളവർക്ക് കളറൊന്നും ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇതുപോലെ റോളാക്കിയിട്ട് ഇതുപോലെ അങ്ങ് നീളത്തിൽ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്താൽ നമുക്കിതുപോലുള്ള ഷേപ്പ് കിട്ടും. അപ്പോൾ കളർ ചേർക്കണ്ട എന്നുള്ളവർക്ക് കളർ ചേർക്കാതെയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് നമുക്കിത് ഫുള്ളും ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം. നല്ല രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാൻ പറഞ്ഞ മെത്തേഡിൽ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.